ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ മതി ക്ലാസ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനെല്ലാം ജനറലായിട്ട് ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകളും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻസും ഒക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായോ? നോക്കിയായിരുന്നോ നേരത്തെ? നോക്കിയായിരുന്നോ ഫസ്റ്റ് മോഡ്യൂള്? ഫസ്റ്റ് മോഡ്യൂളിൽ എന്താ പ്രധാനമായിട്ടുള്ള പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ? ഫ്ലൂയിഡിന്റെ പ്രോപ്പർ അല്ലേ? സോ അപ്പൊ ആദ്യം തന്നെ എന്തുവാണ് കേൾക്കത്തില്ലേ? ഇല്ല, ഇടയ്ക്ക് എനിക്ക് എന്റേത് കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു പെട്ടെന്ന് റിപ്ലൈ ഇല്ലാതെ ഭയങ്കര കട്ടായി പോയത്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ ആയിട്ടുള്ളത് എന്തുവാണ്? നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി, ഫ്ലൂയിഡ് എന്തോ ആണെന്ന് പറയാണ്. ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി എന്തോ ആണ്. ഓക്കെ, അപ്പൊ എന്തുവാണ് ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതൊന്നും നമ്മൾ അറിയേണ്ടത്, മിക്കവാറും നിങ്ങളോട് ചോദിക്കും എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിയസ് ഫോമിലുള്ള ഏതൊരു മാറ്ററിനെയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡീഫോം ഓൺ, ഏതിലാണ് ഡീഫോം ചെയ്യുന്നത്? ഒരു ഷിയർ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അത് ഡീഫോം ചെയ്യും. ഡീഫോം ഓൺ എ ഷിയർ സ്ട്രെസ്. ഇങ്ങനത്തെ പദാർത്ഥങ്ങളെല്ലാം മാറ്ററുകളെ നമുക്ക് എന്ത് പറയും? ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പം ലിക്വിഡും ഗ്യാസുമാണ് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഫ്ലൂയിഡ്. അത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. ഷിയർ സ്ട്രെസ്, ഈ ഷിയർ സ്ട്രെസ് എന്താണ്, നോർമൽ സ്ട്രെസ് എന്താണ്, ഓൾറെഡി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡിനെ പറ്റിയുള്ള ഫ്ലൂയിഡിന്റെ റെസ്റ്റിലുള്ളതും അതിനെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയും. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ സ്റ്റഡി, മൂവ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിന്റെ ഡൈനാമിക്സ്. ഓർക്കുന്നില്ല ഇതൊക്കെ? ഹലോ, ഓക്കെ. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിനെ എന്താ നമ്മൾ പറയുന്നത്? സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലുള്ള ഫ്ലൂയിഡുകളെ കുറിച്ചുള്ള പഠിത്തമാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ പറ്റിയുള്ള, മൂവിങ് ഫ്ലൂയിഡ്സ്, അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പം ഫ്ലൂയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇറ്റ്സ് എ മാറ്റർ വിച്ച് ഡീഫോം ഓൺ എ ഷിയർ സ്ട്രെസ്. ഇപ്പൊ ഏത് ചെറിയ സ്ട്രെസ് കൊടുത്താലും വലിയ സ്ട്രെസ് കൊടുത്താലും അത് ഡീഫോം ചെയ്യും. ഓക്കെ, അല്ലാതെ അതിൻ്റെ അത് വേറെ ഫോഴ്സോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് ഡീഫോം അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റേ ഇപ്പോൾ ഒരു സോളിഡ് ബോഡി ആണെങ്കിൽ അത് തിരിച്ച് റിയാക്ട് ചെയ്യും. അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. നമ്മളതാണ് നമ്മുടെ ഇത് മോസിന്റെ അത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഇതായിട്ട് നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഈ മോഡ്യൂളിൽ. അപ്പോൾ ഫ്ലൂയിഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്തുവാ? ഫസ്റ്റ് വൺ, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? അതിനെങ്ങനെ സൂചിപ്പിക്കുന്നത്? റോ എന്ന് പറഞ്ഞാണ് ഡെൻസിറ്റീനെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം. അതിന്റെ യൂണിറ്റ് എന്തുവാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അതിന്റെ സ്പെസിഫിക് വെയിറ്റ്. എന്തുവാ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസ് ബൈ വോളിയം ആയിരുന്നു. മാസ് എന്താ നിങ്ങൾക്കറിയാം? മാറ്ററുകളുടെ ആ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാറ്റർ എടുക്കുവാണ്. മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം എടുക്കുക. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാം ഓരോ ടൈപ്പ് മാറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്ററിനെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം അളവിൽ സംഭവം, അതിൻ്റെ അകത്ത് ഈ എന്തുവാ മോളിക്യൂൾസും ഇതുള്ള അതിൻ്റെ ആ ടോട്ടൽ അളവിനെയാണ് ആക്ച്വലി മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ടോട്ടലായിട്ടുള്ള ആ ഫോഴ്സിനെയാണ് ആക്ച്വലി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. മറ്റേ മാസ് ബൈ വോളിയം ആയിരുന്നു, ഇത് വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? വെയിറ്റിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം.
ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പം 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? 1/ρ. വോളിയം ബൈ മാസ്. ഒരു സിംഗിൾ വോളിയത്തിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വോളിയം. മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? അല്ല, എഴുതിയോന്നല്ല, മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇനി നമ്മൾ കാണുന്ന അടുത്ത പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? അതിന്റെ യൂണിറ്റ് അല്ല അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എസ് എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. എസ്. അപ്പൊ എന്തുവാ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? വെയിറ്റ് ഡെൻസിറ്റി അല്ല, മാസ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്, റോ ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ എന്തുവാ? റോ ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്ന ഏതാണ്? റോ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. വാട്ടർ. നമ്മളിപ്പോ എടുക്കുന്ന ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണെങ്കിൽ, ഫോർ ലിക്വിഡ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനിയിപ്പം ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഏതാ എടുക്കുന്നത്? എയർ എടുക്കും. ഓക്കെ, അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏതൊരു ഓയിലിന്റെ ഡെൻസിറ്റി അല്ല, ഓയിലിന്റെ ഡെൻസിറ്റി തന്നേക്കാന്ന് വെച്ചോ. ഇപ്പൊ ഏതൊരു ഒരു ഓയിലിന്റെ ഡെൻസിറ്റി റോ ഓഫ് ഓയിൽ എന്ന് പറഞ്ഞു തരിക 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു തരിക. അപ്പൊ അതിന്റെ എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എസ് ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു 0.750. അതായത് ഇതേ ഡിവൈഡഡ് ബൈ 1000 അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി നെക്സ്റ്റ് വൺ വിസ്കോസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കുക. എന്താ വിസ്കോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, മേജർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫ്ലൂയിഡ് ടു ദ മൂവ്മെന്റ്. ഓക്കെ, ഇപ്പൊ എഴുതിക്കോ, എഴുതല്ല മനസ്സിലാക്കിക്കോ. It's a property which offers എന്തുവാ? റെസിസ്റ്റൻസ്. നമുക്കറിയാം വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓയിൽ, എണ്ണ എടുക്കുവാണേലോ വെള്ളം എടുക്കുവാണേലോ അല്ലെങ്കിൽ തേൻ എടുക്കുവാണേലോ, അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ഫ്ലോ റേറ്റ് നമുക്കറിയാം. ഏതാണ് ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നതെന്ന് അറിയാം. മെർക്കുറിയും വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്പീഡിൽ ഫ്ലോ ചെയ്യും. പക്ഷെ തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലോ പതുക്കെയല്ലേ അത് പോകത്തുള്ളൂ. അപ്പൊ അതിന്റെ അകത്തെ റെസിസ്റ്റൻസ് ആണ് ആ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി. ഫ്ലൂയിഡിന്റെ അകത്ത് എപ്പോഴും ഈ പറഞ്ഞ ഫ്ലൂയിഡ് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് ഇരിക്കുന്നത്. അപ്പൊ ഫ്ലൂയിഡിന്റെ അകത്ത് ഒരു ലെയർ വേറെ ലെയറിൽ ഓഫർ ചെയ്യുന്ന ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ്. അപ്പൊ അങ്ങനെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്തുവാ സംഭവിക്കുന്നത്? ഫ്ലൂയിഡിന് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി വരും. റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ് of fluid over adjacent layer of the fluid. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അത് വേണ്ടവര് പഠിച്ചോണം. ഓക്കെ, അത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന്റെ അകത്തുനിന്ന് പ്രോബ്ലവും ചോദിക്കും. അപ്പൊ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിനെയൊക്കെ നമ്മൾ ഷിയർ സ്ട്രെസ് വെച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന ടോ ഇസ് ഈക്വൽ ടു du ബൈ dy. du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. du is equal to
ചേഞ്ച് ഇൻ വെലോസിറ്റി. dy എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ dy എന്തുവാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലെയേഴ്സ്. ഇപ്പൊ നമ്മൾ 2 ലെയർ എടുക്കുവാണെങ്കിൽ ആ 2 ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് dy എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഇതൊരു ലെയർ, ഇത് വേറൊരു ലെയർ ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇവിടുത്തെ ഉള്ളതും ഈ ലെയറിലോട്ട് കൊടുക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന ലെയർ 2 എന്ന് പറയുന്ന ലെയറിലോട്ട് ഓഫർ ചെയ്യുന്ന ആ റെസിസ്റ്റൻസ്, 1 എന്ന് പറയുന്ന ലെയറിന്റെ വെലോസിറ്റി ഇപ്പം u ആണെങ്കിൽ ഇവിടുത്തെ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u പ്ലസ് du ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് വെലോസിറ്റി പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ dy, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് വെലോസിറ്റി പ്രൊഫൈൽ. du ബൈ dy എന്ന് പറയുന്ന പേരാണ് വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയും. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിസ്റ്റൻസിനനുസരിച്ച്. ടോ എന്ന് പറയുന്നത് എന്തോ ഇതിന്റെ അകത്ത് ഷിയർ സ്ട്രെസ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇങ്ങനത്തെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി പ്രൊഫൈൽ. അതാണ് ഈ റൂൾ കൊണ്ട് നമുക്കിത് മനസ്സിലാകുന്നത്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരുന്ന ടേം ആണ് നമ്മുടെ വിസ്കോസിറ്റി. ടോ ഈസിക്കൽ ടു മ്യൂ du ബൈ dy. ഇതിന്റെ മ്യൂ എന്ന് പറയുന്നതിന്റെ പേരാണ് എന്തുവാ? മ്യൂവിന്റെ പേര് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, കാണത്തില്ല ഞാൻ എഴുതുന്നത്, ഞാൻ പെട്ടെന്ന് എഴുതി അങ്ങ് പോകുന്നതാണ്. മ്യൂ എന്ന് പറയുന്ന ഡൈനാമിക് വിസ്കോസിറ്റി. ഇത്രയും മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം, ഞാൻ സ്പീഡിൽ പോകുന്നേ ഉള്ളൂ. ഇനി വിസ്കോസിറ്റിയുടെ യൂണിറ്റ്, ആർക്കെങ്കിലും വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പറയാമോ? എന്താ വിസ്കോസിറ്റിയുടെ യൂണിറ്റ്? ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ടോ ഈസ് ഈക്വൽ ടു മ്യൂ du ബൈ dy എന്ന് പറയുന്ന ഇക്വേഷൻ ഓർക്കുന്നില്ല എല്ലാവരും? അപ്പൊ അതിന്റെ അകത്തുനിന്ന് duന്റെ ഇക്വേഷൻ യൂണിറ്റ് എന്തുവാ? u. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തുവാ? മീറ്റർ പെർ സെക്കൻഡ്. വൈയുടെ യൂണിറ്റ് എന്തുവാ? മീറ്റർ. ഓക്കെ, അപ്പൊ അതും സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തുവാ? ഫോഴ്സ് ബൈ ഏരിയ, അതായത് ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. ഇതെല്ലാം കൂടെ തിരിച്ചു മറിച്ച് വിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് മ്യൂവിന്റെ യൂണിറ്റ് നമുക്ക് കിട്ടും. എന്തുവാണ് മ്യൂവിന്റെ യൂണിറ്റ്? മ്യൂവിന്റെ യൂണിറ്റ് SI യൂണിറ്റിൽ മ്യൂവിന്റെ എന്ന് നമ്മൾ പറയുന്നത് എന്തുവാണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതാണ് SI യൂണിറ്റിലെ വിസ്കോസിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ മ്യൂവിന്റെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് നമ്മൾ പറയും, വിസ്കോസിറ്റി എന്ന് പറയും, മ്യൂ എന്ന് പറയും. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇൻ SI യൂണിറ്റ്. അപ്പൊ ഇതിന്റെ നമ്മൾ CGS സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളിപ്പോ ഈ SI യൂണിറ്റിൽ മീറ്റർ, സെക്കൻഡ്, ന്യൂട്ടൺ അങ്ങനെയാണല്ലോ പോകുന്നത്. ഓക്കെ, ഇനിയും പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഈ സെന്റിമീറ്ററിന്റെ ഒക്കെ സ്കെയിലൊക്കെ എടുക്കുന്നത്, ഗ്രാമിന്റെ ഒക്കെ സ്കെയിലിൽ. അപ്പൊ ആ രീതിയിൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസ് എന്ന് പറയും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഇത്ര പോയിസ് എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. ആ മ്യൂവിന്റെ യൂണിറ്റ് പോയിസ്. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പോയിസ് ഈസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇപ്പൊ പോയിസ് തരുവാണെങ്കിൽ ഇൻറ്റു 10 ചെയ്യണം നിങ്ങൾക്ക് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലെ ബാക്കി എല്ലാ പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ഇപ്പൊ എപ്പോഴും ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? അതിന്റെ യൂണിറ്റ് തട്ടിപ്പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ചിലപ്പം പ്രോബ്ലത്തിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി തരും, എന്നിട്ട് അതിന്റെ വിസ്കോസിറ്റി കാണാനോ വല്ലതൊക്കെ ചോദിക്കും. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന V പോലത്തെ ഇത് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഗാമയല്ല. ഓക്കെ, മ്യൂ ബൈ റോ. അതായത് ഒരു യൂണിറ്റ് മ്യൂ ബൈ റോ. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെയും യൂണിറ്റ് ഉണ്ട്. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് ഇതിന്റെ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്.
CGS യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയും. സ്ട്രോക്ക് അല്ല, സ്റ്റോക്ക്. അപ്പം ഒരു സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, ഇത് തമ്മിലുള്ള റിലേഷനാണ്. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണെങ്കിൽ അതിനെ മീറ്റർ സ്ക്വയറിലാക്കാൻ ഇൻറ്റു 10⁻⁻⁴ ചെയ്യണം. ഇനി നമുക്ക് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇത് കഴിഞ്ഞതല്ലേ? ഞാൻ മാറ്റിക്കോട്ടെ? ഓക്കെ, ഇനി അടുത്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ആർക്കെങ്കിലും അറിയാവോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇങ്ങനത്തെ ചില ജനറൽ ആയിട്ടുള്ള ചില ലോകളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ആയിരിക്കണം. കാരണം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടത്തില്ല. സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഷിയർ സ്ട്രെസ് എന്തുവാ? ടോ അല്ലേ? ഓൺ എ ഫ്ലൂയിഡ് എലമെന്റ് is directly proportional to എന്തുവാണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഹലോ, ഓക്കെ. അല്ലെങ്കിൽ ഇതിനെ ടോ ഈസ് ഈക്വൽ ടു മ്യൂ du/dy എന്ന് നമുക്ക് പറയും. ഈ du/dyക്ക് പറയുന്ന പേരാണ് ഒന്ന് ഇപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കുന്ന സാധനം, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് വേണേലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അപ്പം മ്യൂ ഈസ് ഈക്വൽ മ്യൂ ഇൻറ്റു du/dy. ഓക്കെ, ഇനി എങ്ങനെ ടെമ്പറേച്ചർ ഇതിൻ്റെ അകത്ത് വേരി ചെയ്യും? ലിക്വിഡ് ടെമ്പറേച്ചർ വേരിയേഷൻ ഓഫ് എ ടെമ്പറേച്ചർ വേരിയേഷൻ ആൻഡ് വിസ്കോസിറ്റി എന്ന് എഴുതിയാൽ മതി. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇപ്പം നമുക്കത് രണ്ട് കേസായിട്ട് വേണം എടുക്കാൻ. ആദ്യത്തേത് ഇപ്പം ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻക്രീസസ്, വിസ്കോസിറ്റി ഡിക്രീസസ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. നേരെ തിരിച്ചങ്ങ് പഠിച്ചാൽ മതി. നമുക്കറിയാമല്ലോ, ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തേനൊക്കെ നല്ല സ്പീഡിൽ ഓടത്തില്ലേ, അല്ലെങ്കിൽ അതിന്റെ കട്ടി കുറയത്തില്ലേ? അത്ര ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി അതും ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഈ നമ്മുടെ ഈ ഫ്ലൂയിഡുകളുടെ ഈ വിസ്കോസിറ്റിക്ക് കാരണമാകുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ കൊഹസീവ് ഫോഴ്സും, മറ്റേത് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറുമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫ്ലൂയിഡ് ലിക്വിഡിന്റെ അകത്ത് ഈ കൊഹസീവ് ഫോഴ്സ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, മറ്റേ മൊമെന്റം ട്രാൻസ്ഫർ കുറഞ്ഞു നിൽക്കുന്നു. ഗ്യാസിന്റെ അകത്ത് മൊമെന്റം ട്രാൻസ്ഫർ കൂടുതലായിട്ട് നിൽക്കുന്നു, മറ്റേ കൊഹസീവ് ഫോഴ്സ് കുറഞ്ഞു നിൽക്കുന്നു. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറഞ്ഞേക്കുന്ന മൊമെന്റം ട്രാൻസ്ഫർ പിന്നെ ഇൻക്രീസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അത് തമ്മിലുള്ള പാക്കിങ്ങും ഇതുമൊക്കെ കൂടും. അത് കാരണം അതിന്റെ വിസ്കോസിറ്റി പിന്നെ ഇൻക്രീസ് ചെയ്യും. മറ്റേതിന്റെ കേസിൽ അതല്ല. ചൂട് കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ചൂട് കൂടുന്നതിനനുസരിച്ച് കോസീവ് ഫോഴ്സ് പിന്നെയും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അതിന്റെ വിസ്കോസിറ്റി പിന്നെയും കുറയും. അപ്പം വിസ്കോസിറ്റിയുടെ റീസൺ ഫോർ വിസ്കോസിറ്റി ആണ് മൊമെന്റം ട്രാൻസ്ഫറും. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ എന്ന് എഴുതണേ, വെറും മൊമെന്റം അല്ല. മോളിക്കുലാർ ലെവലിൽ നമ്മൾ അതിനെ മൈക്രോസ്കോപ്പിക് സ്കെയിലിൽ പോവാണെങ്കിൽ മൊമെന്റം ട്രാൻസ്ഫർ ആൻഡ് കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? ഒരേ സബ്സ്റ്റൻസുകൾ തമ്മിലുള്ള ആ ഒരു ഫോഴ്സിനെയല്ലേ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പൊ ഇതാണ്
ടെമ്പറേച്ചർ വേരിയേഷൻ. ഇനി ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഏതൊക്കെ ഫ്ലൂയിഡ് ടൈപ്പുകളുണ്ട് പ്രധാനമായിട്ട്? മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്, റിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പം ഈ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് ഇതാണ്, ടോ ഈക്വൽ ടു mu du by dy. അപ്പൊ ഇങ്ങനത്തെ ഈ റൂള് ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്ന പേരാണ് എന്ത് പേര്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. യാ. അപ്പം നമ്മളിപ്പം രണ്ട് ടൈപ്പ് എഴുതി, ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, മൂന്നാമത്തെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നാലാമത്തെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, അഞ്ചാമത്തെ എന്താണ്? ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അപ്പൊ ഇത്രയും ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണുള്ളത്. ഓക്കെ, അതിന്റെ ഗ്രാഫ് ഞാൻ കാണിക്കാം. തൽക്കാലം ഇത് എഴുതി വെക്കുക. ഓക്കെ, ഇത് എഴുതിയോ? അല്ല, എഴുതണമെന്നില്ല, നിർബന്ധമില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മാറ്റിക്കോട്ടെ? ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ നമുക്ക് ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. നമ്മളെപ്പോഴും ഗ്രാഫ് വരയ്ക്കുന്ന ഈ ഞാനിപ്പം ഇത് വരയ്ക്കുന്നതുകൊണ്ടാണ് നേരെ ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുന്നത്. സോ അപ്പൊ ഇതിന്റെ ഓർഡിനേറ്റിൽ എക്സ് ആക്സിസ് വരുന്നത് എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. വെലോസിറ്റി ഗ്രേഡിയന്റ് അതിന്റെ യൂണിറ്റ് എന്തുവാ? du by dy. ഈ മുകളിലോട്ട് പോകുന്നതിന്റെ ഇതെന്തുവാണ്? എന്റെ y ആക്സിസിൽ, y ആക്സിസിലുള്ളത് ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ നമ്മളപ്പം ഇതിന്റെ പല ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ്സും ഈ പറഞ്ഞേക്കുന്ന വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള റിലേഷൻ വെച്ച് വരയ്ക്കുവാണെങ്കിൽ അപ്പൊ ഒരു ഫ്ലൂയിഡ് ഇത് ഇങ്ങനെ പോകും. ഓക്കെ, അതായത് വെലോസിറ്റി ഗ്രേഡിയന്റ് മാത്രമേ ഉള്ളൂ, ഷിയർ സ്ട്രെസ് ഒന്നും ഇല്ല. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഐഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് അവിടെ ഷിയർ സ്ട്രെസ്സും ഇല്ല, വിസ്കോസിറ്റി ഇല്ല. അതിനെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഐഡിയൽ ആണ്, അങ്ങനത്തെ ഒരു കേസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇതാണ് ഐഡിയൽ ഫ്ലൂയിഡ്. അതായത് ചുമ്മാ ഫ്രീ ആയിട്ട് അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, ഷിയർ സ്ട്രെസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അവിടെ മ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്തുവാണ്? ഐഡിയൽ ഫ്ലൂയിഡ് കണ്ടു. ഇനിയുള്ള ഫ്ലൂയിഡുകളെയാണ് റിയൽ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വരയ്ക്കുന്ന ഫ്ലൂയിഡുകളെല്ലാം റിയൽ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന്റെ ആദ്യത്തെ ടൈപ്പാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇത് ഇങ്ങനെ നേരെ പോവാണ് രണ്ടും, അതായത് ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു mu du by dy എന്ന് പറയുന്ന രീതിയിൽ പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്ന ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്നു. ചിലത് ഇങ്ങനെ വരും, ചിലത് ഇങ്ങനെ വരും. ഓക്കെ, ചിലത് ഇവിടുന്ന് ഇങ്ങനെ വരും. ആദ്യം ഒരു ഇനിഷ്യൽ ചെറിയ സ്ട്രെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ എന്തുവാ പല്ല് തേക്കുന്ന ബ്രഷല്ല പേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തള്ളു കൊടുത്താലല്ലേ അത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇനീഷ്യലി കുറച്ച് ഷിയർ സ്ട്രെസ് ഒക്കെ വേണ്ടത് അങ്ങനത്തെ ടൈപ്പ് ഫ്ലൂയിഡുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ 3 ഫ്ലൂയിഡുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ്, 3 ടൈപ്പ് ഫ്ലൂയിഡുകളുണ്ട്. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇവിടുന്ന് വേണം വളയാം, ഇവിടുന്ന് താഴോട്ട് വളയാം. സോ ആ ടൈപ്പ് ഫ്ലൂയിഡ്സിന് പറയുന്ന പേരാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നമ്മൾ ബിംഹാമും തെമോ അങ്ങനത്തെ ടൈപ്പ് കുറച്ച് പേരുകളിലുള്ള ഫ്ലൂയിഡുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? തിയോപ്ലാസ്റ്റിക് എന്നും സ്യൂഡോ പ്ലാസ്റ്റിക് എന്നും ഒക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചോണം, ഞാനിതിപ്പം പറയുന്നില്ല. ഓക്കെ, സോ അപ്പം ഇതാണ് ആദ്യത്തെ ഐഡിയൽ ഫ്ലൂയിഡ്, രണ്ടാമത്തെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, മൂന്നാമത്തെ ഈ നീല കളറിലുള്ളത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇനി ഒരു ടൈപ്പ് ഫ്ലൂയിഡും കൂടെ ഉണ്ട്, അതിന് പറയുന്ന പേരെന്താണ്? ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്.
ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈ ആക്സിസിനോട് ചേർന്ന് ഇങ്ങനെ വരുന്ന ടൈപ്പ് ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അതായത് അനങ്ങത്തില്ല, അങ്ങനത്തെ ടൈപ്പ് ഫ്ലൂയിഡ്. എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനങ്ങത്തില്ല, ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി ഗ്രേഡിയന്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഐഡിയൽ പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ ഇരിക്കും, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പം ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി 0. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിയൽ ഫ്ലൂയിഡ്? ഫ്ലൂയിഡ് വിച്ച് ഹാവ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡുകളെ നമുക്ക് പറയുന്ന പേരാണ് റിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇത്ര എഴുതിയില്ലേ? ഇതിന്റെ അകത്ത് എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ? ഞാനിത് മാറ്റാണ്. ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചോണം. ഒരു പ്രോബ്ലം, ഈ ടോ ഈസിക്കൽ ടു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എന്തുവാണ്? ടോ ഈസിക്കൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ. ഈ ഇക്വേഷന്റെ ബേസിസിൽ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചോണം. ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്, ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് വിസ്കോസിറ്റി ആണ്? ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പം ചിലപ്പോൾ നിങ്ങളോട് ടോ കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ മ്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ എല്ലാം തരും, പക്ഷേ യൂണിറ്റ് പലതായിരിക്കും, സി ജി എസിലുള്ള യൂണിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തരുന്ന മ്യൂവിന് പകരം നിങ്ങൾക്ക് തരുന്നത് ചിലപ്പം കൈനമാറ്റിക് വിസ്കോസിറ്റി ആയിരിക്കും. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഈ വി പോലെ ഇരിക്കുന്ന സാധനം, മ്യൂ ബൈ റോ, ഫ്ലൂയിഡിന്റെ റോയും തരും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടുപിടിച്ച് ഒരേ യൂണിറ്റിലാക്കി പ്രോബ്ലം സോൾവ് ചെയ്യാനെന്ന രീതിയിൽ 1-2 പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോണം. പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തുനിന്ന് പ്രോബ്ലംസ് പ്രോബബിലിറ്റി ഉണ്ട്, പ്രോബ്ലം ചാൻസ് ഉണ്ട് ഫ്രം ദിസ് പ്രോബ്ലം അല്ല ഈ ടോപ്പിക്. ഓക്കെ സർ. സോ അങ്ങനത്തെ ഒന്നോ രണ്ടെണ്ണം ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്തത് അടുത്ത പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. എനിക്കൊന്ന് 8-ാമത്തെയാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, അത് 9-ാമത്തെയാണ് സംതിങ്. എത്രയിലാട്ടെ. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ഈ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. നിങ്ങൾ ഈ ബൾക്ക് മോഡുലസ് എന്താണെന്നറിയാവോ? ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്ന് പറയും. കെ ആണ് ബൾക്ക് മോഡുലസ്. അപ്പം ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ജനറലി ഇൻക്രീസ് ഇൻ പ്രഷർ divided by volumetric strain. ഇതാണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഡി പി ബൈ, നമ്മൾ പ്രഷറിലോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ, ഡി പി ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ, അതായത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? 1/k ആണ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി, എങ്ങാനും നിങ്ങളോട് ഈ പ്രോപ്പർട്ടി ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടി 1/k, അല്ലെങ്കിൽ മൈനസ് ഡി വി ബൈ വി ഡിവൈഡഡ് ബൈ ഡി പി. ഓക്കെ, സോ ഇതാണ് കംപ്രസിബിലിറ്റി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? സർഫസ് ടെൻഷനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? സിഗ്മ പോലെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിഗ്മ ജസ്റ്റ് ഒരു സിഗ്മ പോലെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ് acting on the surface of a liquid.
in contact with a gas or the surface between two liquids such that the contact surface behaves like a membrane. ഒരു ചെറിയ ഒരു എന്തുവാ പാട പോലെ ഇരിക്കും. സോ ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു ഡെഫിനിഷൻ ആണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെ എനർജി പെർ ഏരിയ. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ നമുക്ക് പറയാം. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ അവിടെ എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി ഇതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ. പക്ഷേ നിങ്ങൾക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഓർ എനർജി പെർ യൂണിറ്റ് സർഫേസ് യൂണിറ്റ് ഏരിയ. എനർജി പെർ യൂണിറ്റ് ഏരിയ. ഈ രണ്ട് രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അത് ഇക്വേഷൻ നമുക്ക് കാണണം. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തുവാ? എനർജി പെർ യൂണിറ്റ് ഏരിയ അല്ലെ ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തോ അതിന്റെ യൂണിറ്റ് വരിക? SI യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ എന്തുവാ SI യൂണിറ്റ്? ന്യൂട്ടൺ ബൈ ന്യൂട്ടൺ പെർ മീറ്റർ. എല്ലാം മറന്നുപോയോ? എല്ലാം മറന്നുപോയോ? ഇല്ല സാർ. ഓക്കെ, ഫൈൻ. സോ അപ്പം അതിന്റെ പടമൊക്കെ പഠിച്ചോണം. ഇതും നിങ്ങൾക്ക് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്ന ഒരു സംഗതിയാണ്. സോ നമുക്ക് ഓരോ ഇക്വേഷൻസ് കാണാം. ഓക്കെ, ഞാനിത് മാറ്റിക്കോട്ടെ? മാറ്റുവാണേ. ഓക്കെ, അപ്പം ഇതിന്റെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. സോ അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഓൺ എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്. നിങ്ങൾ ഇതൊക്കെ ഫിസിക്സിന്റെ അത് പഠിച്ചിട്ടുള്ളതാകും, +1 +2 എന്താണ്ട്. സർഫസ് ടെൻഷൻ ഓൺ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്. എന്തോ സർഫസ് ടെൻഷൻ എന്ന് മനസ്സിലായല്ലേ? ഒരു ലിക്വിഡും വേറൊരു ഗ്യാസും തമ്മിലുള്ള കോണ്ടാക്ട് പോയിന്റ് വരുന്ന ആ ഒരു ഇടഭാഗത്ത് ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതിനെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. അപ്പം ഇതിങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഭാഗം ഒരു ചെറിയ മെമ്മറയും പോലെ, അല്ലെങ്കിൽ ചെറിയൊരു പാട പോലെ, ചെറിയൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിലായിരിക്കും അത് നിൽക്കുന്നത്, വലിഞ്ഞു മുറുകി നിൽക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഈ സർഫസ് ടെൻഷൻ. സർഫസ് ഇങ്ങനെ വളരെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ് ആണ്, അല്ല ടെൻസൈൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സർഫസ് ടെൻഷൻ ഓൺ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്. നമ്മളൊരു ലിക്വിഡിന്റെ ഒരു ഡ്രോപ്ലെറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രഷർ വെച്ചാൽ നമ്മൾ പറയുന്നത് P ഈസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ D, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു എന്തുവാണ്? PD ബൈ 4. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ ഓൺ ഹോളോ ബബിൾ. അതിന്റെ എങ്ങനെ വരിക? P ഈസ് ഈക്വൽ ടു PD ബൈ P ഈസ് ഈക്വൽ ടു 8 സിഗ്മ ബൈ T, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു PD ബൈ 8. ഇനി വേറെ സാധനമുണ്ട്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. സർഫസ് ടെൻഷൻ ഓൺ എ ലിക്വിഡ് ജെറ്റ്. സിഗ്മ ഓൺ എ ലിക്വിഡ് ജെറ്റ്.
ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് പി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2L. ഈ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് ആ ഡ്രോപ്ലെറ്റിന്റെ ഒക്കെ. ഇതുപോലെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ആ ലിക്വിഡ് ജെറ്റിന്റെ ലെങ്ത് ആണ്. സിഗ്മ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ L ഇൻറ്റു ഡി. അപ്പൊ അതിന്റെ അകത്ത് വരുന്നത് എന്തുവാ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഇൻറ്റു 2 സിഗ്മ ബൈ ഡി എന്ന് പറഞ്ഞു വരും. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2. ഓക്കെ, ഇത്ര എഴുതിയില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്തോ ഈ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപ്പിലാരിറ്റി റൈസ്, ക്യാപ്പിലാരിറ്റി ഫോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ +2 മുതലോ +1 മുതലോ പഠിക്കുന്നതെന്ന് തോന്നുന്നു. എന്തുവാണ് ക്യാപ്പിലാരിറ്റി? ഒരു ചെറിയ ട്യൂബിന്റെ അകത്തൂടെ ഒരു ലിക്വിഡ് സർഫസ് ഒന്നുകിൽ പൊങ്ങുവോ അല്ലെങ്കിൽ താഴുവോ ഒക്കെ ചെയ്യുന്ന ആ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ഈ ക്യാപ്പിലാരിറ്റി കൊണ്ടൊക്കെയാണ് ചെറിയ നാരോ ട്യൂബിന്റെ അകത്തൂടെ ഒക്കെ ഫ്ലൂയിഡുകൾ പൊങ്ങി വരുന്നത്. നമ്മുടെ ഈ എന്തുവാ പ്ലാന്റ്സ് ഒക്കെ എല്ലാം ഗ്രോ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന ക്യാപ്പിലാരിറ്റി പ്രൊസീജിയർ കൊണ്ടാണ്. ഓക്കെ, ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അതിന് വെള്ളമൊന്നും മിനറൽസ് ഒന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അപ്പൊ അതാണ് ഈ പറയുന്ന ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ഫിനോമിന ഓഫ് rise or fall of a liquid surface in a small tube relative to adjacent general level of liquid. When tube is held vertically. ഓക്കെ, അപ്പൊ അതാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലാരിറ്റി ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി, കാരണം അതത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ. എന്താ ഈ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? വേപ്പറും ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അല്ല, വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മാറ്റർ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകാൻ പോകുന്ന ആ പറയുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ. ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരല്ലേ വേപ്പറൈസേഷൻ. നമ്മൾ വാട്ടർ പേപ്പർ, നമ്മൾ സ്റ്റീം ഒക്കെ ഉണ്ടാക്കുന്നത് എന്തോ അതൊക്കെ വേപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ വേപ്പർ ഉണ്ടാകുന്ന കണ്ടീഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ? ഓക്കെ, സോ നോർമൽ ഗതിയിൽ നമ്മളൊരു വാട്ടർ എടുക്കുവാണെങ്കിൽ വാട്ടർ വേപ്പർ ചെയ്യുന്ന എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വാട്ടർ വേപ്പർ ചെയ്യും. ഓക്കെ, നമ്മൾ പിന്നെ പ്രഷർ താക്കുവാണെങ്കിൽ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പി വി ഇസിക്കൽ ടു MRT എന്ന് പറയുന്നത് PV/T ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഐഡിയൽ ഗ്യാസ് ലോഡ് ഇക്വേഷൻ. സോ അതിൻ്റെ ഇത് തമ്മിലുള്ള റിലേഷൻ വെച്ച് നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഓരോരോ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന വേപ്പർ ഇങ്ങനത്തെ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന വേപ്പറൈസേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വേപ്പർ ഈ പറഞ്ഞേക്കുന്ന ലിക്വിഡിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പറയുന്ന പ്രഷർ എന്ന് പറയുന്നവരാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറലായിട്ട് ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അത് അങ്ങനെ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പം വേണമെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതിക്കോ. വെൻ വേപ്പർ മോളിക്യൂൾസ് get accumulated, when vapor molecules get accumulated, നമ്മളിങ്ങനെ വേപ്പറൈസേഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ഇങ്ങനെ ഫോം ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ? സോ അപ്പൊ ആ കണ്ടീഷനിൽ ഈ വേപ്പർ എല്ലാം കൂടെ മണ്ടേ പോയി, ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിലും വേപ്പർ മണ്ടേ ചെന്ന് തങ്ങിയിട്ട് ഈ പറയുന്ന ലിക്വിഡിൽ
ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പറയുന്ന പ്രഷർ എന്ന് പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. വെൻ വേപ്പർ മോളിക്യൂൾസ് ഗെറ്റ് അക്യുമുലേറ്റഡ് in the space between free liquid surface and top of a vessel, closed vessel, top of a closed vessel, it exerts a pressure. അതിന് പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഹലോ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്. അപ്പം ഈ വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്യുന്ന വേറൊരു സംഭവമാണ് ക്യാവിറ്റേഷൻ എന്നൊക്കെ പറയും. ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വേപ്പർ പ്രഷർ ഇങ്ങനത്തെ ഫോം ചെയ്താക്കുന്ന ലോ പ്രഷറിൽ ഉണ്ടായേക്കുന്ന ഗ്യാസ് ബബിൾസ് എല്ലാം കൂടെ ഒരു ഹൈ പ്രഷർ റീജിയനിൽ ചെന്ന് അവിടെ ചെന്ന് ബോംബാർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇറോഷൻ നടക്കും, ചെറുതായിട്ട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ. അങ്ങനത്തെ പറയുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുക, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ അപ്പൊ ഇത്രയും ഓക്കെ ആണ്. ഞാൻ നെക്സ്റ്റ് എടുത്തോട്ടെ. ഈ സർഫസ് ടെൻഷൻ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? ഏതാടാ? സർഫസ് ടെൻഷൻ ചാൻസ് വളരെ വളരെ കുറവാണ്. ചോദിക്കുവാണെങ്കിൽ ഇത്രയും പഠിച്ചതിൽ നിന്നും ചോദിക്കുന്നത് മറ്റേ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നിന്നാണ്. പിന്നെ കൺവേർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ഇനി നമുക്ക് പ്രഷറും അത് മെഷർ ചെയ്യുന്നതും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്, പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ഓക്കെ, അപ്പൊ എന്തോ ഈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്തുവാ? പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ external force applied per unit area. ചുമ്മാ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ പെർ യൂണിറ്റ് ഏരിയ ആണോ? സ്ട്രെസ് എന്തുവാ? അത് റെസിസ്റ്റീവ് ഫോഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് applied on a unit area. സോ അതിനെ നമ്മൾ പ്രഷറിനെ നമ്മൾ പി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. മുമ്പ് നിങ്ങൾ കണ്ട ഷിയർ സ്ട്രെസിന്റെ അല്ലെ സ്ട്രെസിന്റെ ഒക്കെ സെയിം ഇക്വേഷൻ തന്നെ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരിക? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ജനറലി നമ്മൾ എടുത്തേക്കുന്ന യൂണിറ്റുകൾ എന്തുവാണ്? നമ്മൾ പാസ്കൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 Newton per meter square. 1 Newton per meter square തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെത്, 1 bar. 1 bar ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 raised to 5. 10 raised to 5. നമ്മൾ ചുരുക്കി 10 raised to 5 എന്ന് പറയാം. അതിൻ്റെ അകത്ത് 10 പോയിന്റ് സംതിങ് എന്തുവാ 3 ഒക്കെ വരുന്നതാണ്. അങ്ങനത്തെ ചെറിയൊരു ടേം കൂടെ വരും. ബട്ട് നമ്മൾ ചുരുക്കി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി 10 raised to 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇതിനെ 1 ബാറിന് നമ്മൾ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും പറയും. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറാണിത്. ഇപ്പം നമ്മളെ മോഡിൽ എത്രത്തോളം ഉള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഈ പറയുന്ന 1 അറ്റ്മോസ്ഫിയറിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രഷറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ബൈ ഏരിയ
ഇതുപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഓർക്കുന്നുണ്ടോ ആരെയും? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്നൊക്കെ പറയുന്ന ഒരു ലോ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഇക്വേഷൻ ആണ്. P is equal to rho G H. ഓക്കെ, അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തൽക്കാലം കളിക്കാൻ പോകുന്ന പ്രോബ്ലംസ് ഫുള്ള് ഈ പറഞ്ഞിരിക്കുന്ന P is equal to rho G H എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, ഇനി അപ്പം പ്രഷർ നിങ്ങൾക്ക് മനസ്സിലായി, പ്രഷറിന്റെ യൂണിറ്റുകൾ മനസ്സിലായി. എന്താണ് പ്രഷറിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാസ്കൽ ഈസ് ഈക്വൽ ടു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 1 ബാർ. എത്രയാണ്? 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അല്ലെങ്കിൽ 1 ബാർ ഈസ് ഈക്വൽ ടു എത്ര പാസ്കൽ ആണ്? 100 കിലോ പാസ്കൽ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം. ഇനി നെക്സ്റ്റ് വൺ, പാസ്കൽസ് ലോ. എന്തുവാ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രഷർ ഇന്റൻസിറ്റി, അതായത് പ്രഷറിന്റെ ഇന്റൻസിറ്റി ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന ഈ സാധനം, അത് ഒരു ഫ്ലൂയിഡ് സ്റ്റേഷനറി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിന്റെ അകത്ത് എല്ലാ ഡയറക്ഷനിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ വണ്ടിയുടെ അകത്ത് ബ്രേക്ക്, പിന്നെ ഈ ഈ സാധനമൊക്കെ ഇല്ലേ, എന്തുവാ നമ്മൾ പൊക്കുന്ന ഹൈഡ്രോളിക് ജാക്ക്, ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പം ഈ പറഞ്ഞേക്കുന്ന പാസ്കൽസ് ലോ ഉപയോഗിച്ച് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം പാസ്കൽസ് ലോ എന്തുവാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് that the pressure intensity at a point ഒരു പോയിന്റിലാണ് നമ്മൾ ഈ പറയുന്നത്, at a point in a static fluid is equal in all directions. എല്ലാ ഡയറക്ഷനിലും അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ചിലപ്പം ചോദിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 ആക്സിസിൽ ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അതിന്റെ പ്രഷർ ഇന്റൻസിറ്റി അറ്റ് എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഇന്റൻസിറ്റി അറ്റ് വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഇന്റൻസിറ്റി അറ്റ് ഇസഡ് ഡയറക്ഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് വേണം പറയാൻ. ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്, നമ്മുടെ വണ്ടിയുടെയൊക്കെ കാറിന്റെയൊക്കെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, ഹൈഡ്രോളിക് ബ്രേക്ക് ആയിരിക്കും. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതിന്റെ എല്ലാത്തിനും പ്രിൻസിപ്പിള് ഹൈഡ്രോളിക് റാം. നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, വലിയ ഫോർജിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം, അതാണ് ഹൈഡ്രോളിക് റാം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്, പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനിലാണ്. ചെറിയൊരു ഏരിയയിൽ ചെറിയ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വോളിയം ആണെങ്കിൽ വേറൊരു റീജിയനിൽ അത് വലിയൊരു ഫോഴ്സ് ആയിട്ട് അത് മാറും. ഓക്കെ, അതാണ് ഇതിന്റെ സംഭവം. ഇത്ര ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ച റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഇക്വേഷന് പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്തോ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ states that rate of increase of pressure in a vertical direction is equal to weight density of fluid at that point. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ.
അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചാണ് P ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കേണ്ടവർ ചെയ്യുക. അപ്പം നിങ്ങൾ എപ്പോഴും ഇക്വേഷൻ എഴുതുന്ന കൂട്ടത്തിൽ എൻ്റെ യൂണിറ്റും കൂടെ തന്നെ അങ്ങ് വേണമെങ്കിൽ എഴുതി പൊക്കോ, റോ ജി എച്ച്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ടത് അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ എന്നൊക്കെ പറയുന്ന കുറേ സംഗതികളുണ്ട്. അത് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റംസിനെയാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് പ്രഷർ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷറിന്റെ വാല്യൂ നമുക്ക് 0 മുതൽ എണ്ണി തുടങ്ങാം. ഓക്കെ, 0 മുതൽ പ്രഷറിന്റെ വാല്യൂ നമുക്ക് എണ്ണി തുടങ്ങാമെന്ന് വെച്ചോ. 0 മുതൽ മണ്ടയിലോട്ട് പോകാം, ഇൻഫൈനൈറ്റ് ആയിട്ട് 0 മുതൽ താഴോട്ടും പോകാം. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ കണ്ട് വരത്തില്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? ഇത് 0 പാസ്കൽ ആണെന്ന് വെച്ചോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എന്തുവാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ 10⁵ പാസ്കൽ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ 0 മുതലേ നമ്മൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 0 പ്രഷർ തൊട്ടുള്ളതിനെ നമ്മൾ എടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പം നമ്മളൊരു പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു, അതിപ്പോൾ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അതിൻ്റെ റെഫറൻസ് പോയിന്റ്, അബ്സല്യൂട്ട് പ്രഷറിന്റെ റെഫറൻസ് പോയിന്റ്, പ്രഷർ മെഷറിംഗ് റെഫറൻസ് പോയിന്റ് ഈസ് അബ്സല്യൂട്ട് 0 അല്ലെ അബ്സല്യൂട്ട് വാക്വം പ്രഷർ. ഓക്കെ, റെഫറൻസ് പോയിന്റിലാണ് ഡിഫറൻസ് വരുന്നത്. നമുക്കിപ്പം പറയാം ടെമ്പറേച്ചർ 100°C. ഈ 100 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഒരു റെഫറൻസിൽ നിന്നാണല്ലോ ഈ 100 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ എടുക്കുമ്പോഴത്തേക്ക് 0യിൽ നിന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് റെഫറൻസ് പോയിന്റ് അറ്റ് അബ്സല്യൂട്ട് വാക്വം പ്രഷർ, അതായത് 0. അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് പ്രഷറാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? നമ്മളിപ്പം ടയറിൻ്റെ അകത്തൊക്കെ കാറ്റടിക്കുക. ടയറിൻ്റെ അകത്ത് കാറ്റടിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത്ര പ്രഷറിൽ താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി കാറ്റടിക്കണം. ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് സംഭവിക്കും, നമുക്ക് വണ്ടി കറക്റ്റായിട്ട് അതിനെ ഡയറക്ഷൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കും. സോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ മെഷർ ചെയ്യും ഒരു ഗേജ് ഒക്കെ ഉപയോഗിച്ച്. അതിൻ്റെ അകത്ത് ഞെക്കി നോക്കും, അന്നപ്പോഴത്തേക്ക് എത്രത്തോളം പ്രഷർ ഉണ്ടെന്ന് കാണും. ഓക്കെ, ആ മെഷർ ചെയ്യുന്ന പ്രഷർ ഇപ്പം പറയാം 38-30 ഇതൊക്കെ ഉണ്ടായിരുന്നു, PSI ഉണ്ടായിരുന്നു എന്നൊക്കെയല്ല പറയണത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ആ പറഞ്ഞേക്കുന്ന 30 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞേക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന വാല്യൂ ആണ്. അതായത് ശരിക്കും അബ്സല്യൂട്ടിൽ എടുക്കുവാണെങ്കിൽ ഇങ്ങോട്ട് അബ്സല്യൂട്ട് ആണ്. ഇപ്പം ഗേജിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ആഡ് ചെയ്യുന്ന വാല്യൂ ശരിക്കുള്ള അബ്സല്യൂട്ടിൽ എടുക്കുവാണെങ്കിൽ പി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് പി ഗേജ്. ഇപ്പം ഗേജിൻ്റെ അകത്ത് റെഫറൻസ് പോയിന്റ് എന്തുവാണ്? റെഫറൻസ് പോയിന്റ് ഈസ് അറ്റ് എന്തുവാ? റെഫറൻസ് പോയിന്റ് ഈസ് അറ്റ് എവിടാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇതിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റെഫറൻസ് പോയിന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇപ്പം ഗേജ് പ്രഷർ പോയിന്റ് പോലത്തെ തന്നെ വേറൊരു സാധനമാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ഇത് മുകളിലോട്ട് ഇത് ഗേജ് പ്രഷർ എന്ന് പറയും. മഷിയൊക്കെ മാറിപ്പോകുന്നു. ഓക്കെ, ഇതിനെ ഗേജ് പ്രഷർ എന്ന് പറയും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മണ്ടയിലോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ. ഈ വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ റെഫറൻസ് പോയിന്റ് അറ്റ്മോസ്ഫിയറിലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പൊ ഇവിടുത്തെ പി അബ്സല്യൂട്ടിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ന്യൂ ഇക്വേഷൻ പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു,
വാക്വം പ്രഷർ ഒരെണ്ണം തന്നു, അതിനെ അബ്സല്യൂട്ട് പ്രഷറിന്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് മൈനസ് ഇവിടെ വരെ പി അറ്റ്മോസ്ഫിയറിക്, അതിൻ്റെ അകത്തുനിന്ന് വാക്വം കുറയ്ക്കണം. ഓക്കെ, അപ്പം വാക്വം പ്രഷർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, മൈനസ് പി വാക്വം. ഓക്കെ, ഇവിടെ ഓക്കെ അല്ലേ? അപ്പം ഇത് അറിഞ്ഞിരിക്കുക. ഇതിന്റെ പ്രോബ്ലം മിക്കവാറും ചോദിക്കും, ഈ സിസ്റ്റം എന്താണെന്ന് എഴുതാനായിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്? മെഷർമെന്റ്സ് ഓഫ് പ്രഷർ. അപ്പം നമുക്ക് ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം, ഈ ഗേജ് പ്രഷർ മെഷറിംഗ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിലപ്പം ചോദിച്ചെന്ന് വരാം. അപ്പൊ മെഷർമെന്റ് ഓഫ് പ്രഷർ, അപ്പൊ ആദ്യം എങ്ങനെ മെഷർ ചെയ്യുന്നത്? മാനോമീറ്റേഴ്സ് ഒരു സാധനമാണ്, മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മാനോമീറ്റർ. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഗേജ്. നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ ടയറിന്റെ പ്രഷർ നോക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ, അല്ല നമ്മുടെ ഈ എന്തുവാ മോട്ടറിന്റെ പമ്പിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന അതും കാണിക്കുന്ന ഗേജ് തന്നെയാണ്. അവിടെ കൊണ്ടുപോയി നമ്മൾ ഒരിക്കലും യൂട്യൂബ് ഒന്നും കയറ്റി വെക്കാറില്ലല്ലോ. സോ അങ്ങനെ കാണിക്കുന്ന സംഗതികളെല്ലാം ഗേജുകളാണ്. അപ്പൊ മാനോമീറ്ററും ഉണ്ട്, മെക്കാനിക്കൽ ഗേജസും ഉണ്ട്. മാനോമീറ്റർ തന്നെ 2, 3, 4 തരമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അറിയാമെങ്കിൽ പേര് പറയാം. ഒന്ന് പീസോമീറ്റർ, പിന്നെ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, പിന്നെ ഏതാ ഉള്ളത്? ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഇതിന്റെ അകത്ത് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സിമ്പിൾ യൂട്യൂബ് തന്നെയാണ്. ഇനി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ യൂട്യൂബ് വരെ ചോദിക്കാം. അപ്പം വേറെ ഉണ്ട് നമ്മൾ പഠിച്ചത്, ഇൻക്ലൈൻഡും പിന്നെന്തോ തലതിരിഞ്ഞിരിക്കുന്ന ടൈപ്പ് സാധനം ഒക്കെ ഉണ്ട് നമ്മൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? അപ്പൊ മെക്കാനിക്കൽ ഗേജസിന്റെ എക്സാമ്പിൾ ആണ് ഡയഫ്രം പ്രഷർ ഗേജ്. ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ, അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ട്. മിക്കവാറും അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. മജോറിറ്റി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ സിമ്പിൾ യൂട്യൂബും ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററും ആണ്. ഓക്കെ, ചാൻസ്. പക്ഷേ നമുക്ക് ഇത് ചെയ്യുന്ന വിധം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടൈപ്പ് ഒരു പ്രോബ്ലം വന്നാലും വി ആർ കംഫർട്ടബിൾ. സോ മെക്കാനിക്കൽ ഗേജസിന് എക്സാമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് പേര് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് യൂട്യൂബ് മാനോമീറ്ററിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷനെ ഞാൻ തരുന്നുള്ളൂ. ഡിഫറൻഷ്യൽ ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഡയഫ്രം പ്രഷർ ഗേജ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം, മിക്കവാറും ഡയഫ്രം ആയിരിക്കും ചോദിക്കുന്നത്. ബോർഡൻ ട്യൂബ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബോർഡൻ ട്യൂബ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തോന്നുന്നു, വണ്ടിയുടെയൊക്കെ ഇതറിയാൻ വേണ്ടി, എയറിന്റെ പ്രഷർ. ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്, നിങ്ങൾ ഈ രണ്ടെണ്ണം അറിഞ്ഞാൽ മതി, ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്തുവാ പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ള സംഗതികൾ. ഓക്കെ, അപ്പം ഇനി ആദ്യത്തേത് പീസോമീറ്ററിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റോ ജി എച്ച് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാം. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഒരു കണ്ടെയ്നറിന്റെ അകത്തെ ഒരു ഹൈറ്റിലുള്ള ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി റോ ജി എച്ച് എന്ന് ചെയ്യും. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഡെൻസിറ്റി, അറിയാവുന്നതല്ലേ? റോ ഡെൻസിറ്റി. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, ആ കോളത്തിന്റെ ഹൈറ്റ്, അതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ ടൈപ്പ് ആണ് യൂട്യൂബ് മാനോമീറ്റർ. നെക്സ്റ്റ് ടൈപ്പ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ. അതിനാ പേര് വരുന്നതിന്റെ റീസൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, എന്തുവാണ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഇപ്പൊ ഇതൊരു പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിച്ചോ. തൽക്കാലം വിചാരിക്കണം ഇത് പൈപ്പിന്റെ പകുതി പോലൊന്നും വരത്തില്ല ഞാൻ വരയ്ക്കുന്നതുകൊണ്ട്. ബട്ട് ഇപ്പൊ ഇതൊരു പൈപ്പിന്റെ ഇതാണ്. അപ്പം പൈപ്പിന്റെ ഈ പോയിന്റിലെ പ്രഷർ നമുക്കറിയണം. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പ്രഷർ നമുക്കറിയണം. ഓക്കെ, അപ്പൊ അവിടെ കൊണ്ടുപോയി നമ്മളൊരു യൂട്യൂബ് പോലത്തെ ഒരു സാധനം വെക്കും. ഞാൻ വരയ്ക്കുമ്പം ഇങ്ങനെ പൊട്ടയായിട്ട് വരുന്ന, ബട്ട് ഓക്കെ, ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് വെക്കും. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു യൂട്യൂബ് ഗ്ലാസ് ട്യൂബിന് ഒരു ഗ്ലാസ് ട്യൂബാണ്. യൂട്യൂബ് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്സിന് പറയുന്ന പേരാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ അത്രയും? എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു എന്താ നിറയ്ക്കുന്നത്? മാനോമെട്രിക് ഫ്ലൂയിഡ് നിറയ്ക്കും. അതായത് മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി വളരെ കൂടിയ ഒരു ടൈപ്പ് ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് മാനോമെട്രിക് ഫ്ലൂയിഡ്. ഓക്കെ, ഇത് ഫുള്ള് മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ അകത്തൂടെ. അപ്പോൾ ആ പൈപ്പിൻ്റെ അകത്തൂടെയുള്ള ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ലെവല് ഇത്രയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ഹൈറ്റ് ചെന്ന് ഇതിങ്ങനെ ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇതാണ് ഇതിനെ നമ്മൾ അതിൻ്റെ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കും. ഈ ഒരു ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ആ ലെയറിനെ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കും. ഇവിടുന്ന് ഇതിന്റെ ഹൈറ്റിനെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഹൈറ്റ് H1 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഈ എയുടെ അവിടുത്തെ പ്രഷറിനെ PA എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇതിനെ ബാലൻസ് ചെയ്യും. ഇതിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? PA എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള പ്രഷർ PA പ്ലസ് റോ. ഇതിൻ്റെ അകത്ത് ഇപ്പം വാട്ടർ ആണെന്ന് വെച്ചോ. വാട്ടർ ആണെങ്കിൽ റോ വാട്ടർ, റോ GH, റോ H2O ഇൻറ്റു G ഇൻറ്റു H. ഇതിൻ്റെ ഈ ഹൈറ്റ് ഇത് ഈക്വൽ ടു എന്തുവാണ്? മാനോമെട്രിക് ഫ്ലൂയിഡ്. ഇത് മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാണ്? സിമ്പിൾ യൂട്യൂബിനും ഡിഫറൻഷ്യൽ യൂട്യൂബിനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തുവാണ്? ഇൻവേർട്ടറിന് ഉപയോഗിക്കുന്നതല്ല, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്തുവാ? മെർക്കുറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂട്യൂബ് ഇതിൻ്റെ മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട്. മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയാണ്? 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അല്ലെ അതിൻ്റെ എസ് എന്ന് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് 13.6. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇവിടെ വരുന്ന PA ഈ പ്രഷർ പ്ലസ് പിന്നെ ഇത്രയുള്ള വാട്ടർ കോളത്തിൻ്റെ പ്രഷർ എത്രയാണ്? റോ ഇൻറ്റു G ഇൻറ്റു H ഈക്വൽ ടു ഇവിടുത്തെ ഹൈറ്റ് എങ്ങനെ വന്നേ? റോ മെർക്കുറി, റോ HG ഇൻറ്റു G ഇൻറ്റു H1. ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പം PA വരും. PA ഇതെല്ലാം നമുക്കറിയാം. ഇത് മൈനസ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് PAയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ആണ് സാർ. ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഈ ടൈപ്പ് പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കും. ഇത് സിമ്പിൾ യൂട്യൂബിന്റെ പ്രോബ്ലം മാത്രമാണ്. ഓക്കെ, ആണോ? എല്ലാവരും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അതോ എല്ലാവരും അടുത്തോ? ഇല്ല സാർ, ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്ന സംഗതി. സിംഗിൾ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു ഒരു പൈപ്പിന്റെ ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇത്ര ഓക്കെ അല്ലേ? സോ ഇനി അടുത്തത് നമ്മൾ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കാണും. ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ആ പേരിൽ തന്നെ ഉണ്ട്. എന്തോ അതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ അല്ലെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്? രണ്ട് പോയിന്റിലെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. രണ്ട് പൈപ്പില് ഇപ്പൊ രണ്ട് പൈപ്പ് അല്ലെ കുറെ പൈപ്പുകൾ ഉണ്ടെന്ന് വെച്ചോ. വലിയ ഇൻഡസ്ട്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി പൈപ്പുകളും ഒത്തിരി ഫ്ലൂയിഡ്സും ഒക്കെ അതിൻ്റെ അകത്തൂടെ എല്ലാം കൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ രണ്ട് പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഒരു പരിധി കൂടുതൽ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല എന്നായിരിക്കും നമ്മുടെ നിയമം. അത് താന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡന്റ് ഫോം ചെയ്യാം. അപ്പൊ രണ്ട് പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ മെഷറിംഗ് ഡിവൈസിന് പറയുന്ന പേരാണ്
ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, ഇപ്പം ചെയ്ത സെയിം സംഗതി തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ആദ്യത്തെ ഒരു പൈപ്പ് കാണും, ഇങ്ങനൊരു പൈപ്പ്. അപ്പോൾ ആ പൈപ്പിലോട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഇത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. പിന്നെ ഇതുപോലെ ഹയർ ലെവലിലോ ലോവർ ലെവലിലോ എല്ലായിട്ട് വേറൊരു പൈപ്പ് കാണും. എന്നിട്ട് ഇങ്ങനെ അത് നേരെ ആ പൈപ്പിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്ത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഇതിൻ്റെ അത് മുമ്പേ പറഞ്ഞ പോലെ എന്തൊക്കെ സംഗതികളുണ്ട് ഇതിൻ്റെ അകത്ത്? നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ട്. മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ ജനറലി എടുക്കുന്നത് എന്തുവാണ്? ഒരു ഹെവി ആയിട്ട് ഡെൻസിറ്റി അല്ല ഹ്യൂജ് ഡെൻസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത്. മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഷുഡ് നീഡ് എ ഹൈ ഡെൻസിറ്റി, ഹൈലി ഡെൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള പ്രഷറിന്റെ വേരിയേഷൻ കാരണമൊക്കെ ഇത് ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഈ ലിംബിന്റെ ഈ ഭാഗം റൈസ് ചെയ്ത് നിൽക്കുന്ന ഇവിടെ ആയിരിക്കാം, ഈ ലിംബിന്റെ ഈ ഭാഗം റൈസ് ചെയ്ത് നിൽക്കുന്ന ഇവിടെ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഇനി ആദ്യത്തെ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് വാട്ടർ ആണെന്ന് വെച്ചോ. ആദ്യത്തെ പൈപ്പിന് നമ്മൾ പറയുന്ന പേര് പി എ എന്നും വെച്ചോ. ഇത് പി എ പൈപ്പ് എ, അതിൻ്റെ അവിടുത്തെ പ്രഷർ നമുക്ക് കാണണം. ഓക്കെ, അപ്പൊ ഇത് പി എ, ഈ പോയിന്റിലെ പ്രഷറാണ് നമുക്ക് കാണേണ്ടത്. ഈ ഹൈറ്റിന് പറയുന്നത്, ഇത് നടുക്ക് വരെയുള്ള ഹൈറ്റ് എടുക്കണേ. ഈ താന്നിരിക്കുന്ന ഈ ലിംബ് തൊട്ട് ഈ വരെയുള്ള ഹൈറ്റ് എച്ച് ആന്ന് വെച്ചോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇപ്പറേ ഉള്ളത് വാട്ടർ, ഈ പൈപ്പിൻ്റെ അകത്ത് മുഴുവൻ വാട്ടർ. ഓക്കെ, വാട്ടർ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഈ താഴെ വരെ വരും. എന്നിട്ട് ഇതിൻ്റെ ആ പ്രഷർ കാരണം ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ഈ ഹൈറ്റ് ബി ആണെന്ന് വിചാരിച്ചോ. ഈ രണ്ട് ലിംബുകൾ തമ്മിലുള്ള ഹൈറ്റ് എച്ച് ബി എ സി ആണെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഒരു പൈപ്പ്, ഇത് പൈപ്പ് എ, ഇത് പൈപ്പ് ബി, ഇത് നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് മെർക്കുറി. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് ഇക്വേഷൻ എഴുതുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന ഈ ഒരു ലിംബാണ്. ഓക്കെ, ഈ ലിംബ് മനസ്സിലായോ? ലിംബെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു സൈഡ് ഇതെന്നേ ഉള്ളൂ. ഈ ഭാഗം നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ രണ്ട് സ്ഥലത്തെയും പ്രഷറുകളുടെ ബാലൻസ് ചെയ്ത് ഈക്വലി ചെയ്ത് നമ്മൾ എഴുതും. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് വരിക? ഈ ഭാഗത്തെ പ്രഷർ, ഈ സൈഡിലെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എത്രയാണ്? പി എ പ്ലസ് ഇവിടെ ഇതിപ്പം വാട്ടർ ആണെന്നല്ല ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്. ഇതിപ്പം വാട്ടർ ആണെന്ന് വെച്ചു, ഇതിപ്പം ഒരു ഓയിലാന്ന് വെച്ചു. ഇത് ഓയില്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാ? പി എ പ്ലസ് ഈ വാട്ടറിന്റെ അവിടുത്തെ റോ ജി എച്ച്, അതായത് എത്രയാ? റോ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അപ്പൊ ഈ ഭാഗം വരെ വന്നല്ലോ. ഇക്വേറ്റ് ചെയ്യുന്ന എന്നാവായിട്ടാ? ഇപ്പഴത്തെ സൈഡിൽ എന്തുവാ? പൈപ്പിന്റെ ഒരു പ്രഷർ ഉണ്ട് പി ബി പ്ലസ് പി ബി എന്താ ഉള്ളേ? ഇവിടെ വാട്ടർ ഓയിൽ കിടപ്പുണ്ട്, ഓയിൽ. അപ്പൊ റോ ഓഫ് ഓയിൽ ഇൻറ്റു ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്രയാ? ബി പ്ലസ് ഇനിയും എല്ലാ പ്രഷറിന്റെ ടൈം ഉണ്ട്, ഈ അടി വരെ എത്താനായിട്ട് എത്രത്തോളം സാധനം കിടപ്പുണ്ട്? പ്ലസ് റോ ഇൻറ്റു എച്ച് ജി ഇൻറ്റു ജി ഇൻറ്റു സി. എന്നിട്ട് നമ്മൾ പി എ മൈനസ് പി ബി കാണും. പി എ മൈനസ് പി ബി എന്ന് പറയുന്ന റോ ഓയിൽ ഇൻറ്റു ജി ഇൻറ്റു ബി പ്ലസ് റോ എച്ച് ജി ജി ഇൻറ്റു സി മൈനസ് റോ എച്ച് ടു ഒ ജി ഇൻറ്റു എച്ച്. അപ്പൊ ഇങ്ങനെ രണ്ട് പൈപ്പുകൾ തമ്മിലുള്ള ഈ പ്രഷർ ഡിഫറൻസ്, അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണിക്കുന്നത്, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ,
അപ്പൊ ഇത് ചെയ്യുന്ന വിധം മനസ്സിലായോ? ഹലോ, സർ. ഓക്കെ അല്ലേ ഇത്രയും? ഓക്കെ സർ. ഇനി ഇത്രയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അതിന്റെ പ്രഷറിന്റെ പ്രഷർ അല്ല ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ നമ്മളിപ്പം കണ്ടത് പ്രഷറിന്റെ പാസ്കൽസ് ലോയ്, അതിന് ശേഷം ഹൈഡ്രോസ്റ്റാറ്റിക് ലോയ്, പിന്നെ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം, പ്രഷറിന്റെ സിസ്റ്റംസ്, അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ സിസ്റ്റം, ഗേജ് പ്രഷർ സിസ്റ്റം, പിന്നെ അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യുന്ന ആദ്യത്തെ ടൈപ്പ് ഇത് സിമ്പിൾ മാനോമീറ്ററും പിന്നെ മെക്കാനിക്കൽ ഗേജസും. മാനോമീറ്ററിന്റെ ആദ്യത്തെ ടൈപ്പാണ് പീസോമീറ്റർ, ദെൻ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഈ പീസോമീറ്ററിന്റെ അതൊന്നും പ്രോബ്ലം ചോദിക്കാം, സിമ്പിൾ യൂട്യൂബിന്റെ അതും ചോദിക്കാം, ഡിഫറൻഷ്യൽ അതും ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പ്രോബ്ലം ജസ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതി. ഇപ്പം പ്രോബ്ലത്തിന്റെ അത് പറയുക ഇതിന്റെ ലെഫ്റ്റ് ലിംബിൽ ഇത്ര റൈസ് ചെയ്തു, റൈറ്റ് ലിംബിൽ ഇത്രയും താന്ന് കിടക്കുകയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് പടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ് ആയി. പിന്നെ ഈ ഒരു റെഫറൻസ് പോയിന്റ് കറക്റ്റായിട്ട് വരയ്ക്കുക. അതിന് അബൌട്ടായിട്ട് രണ്ട് സൈഡിലെയും രണ്ട് ലിംബിലെയും ഈ പ്രഷർ കോമ്പണൻസുകൾ നിങ്ങൾ ബാലൻസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന്. ഓക്കെ, ഇനിയും നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ മിച്ചമുള്ളത് നമുക്ക് എന്തൊക്കെയാണ് മിച്ചമുള്ളത്? ഫോഴ്സ് ഉണ്ട്, ടോട്ടൽ പ്രഷർ ഉണ്ട്, ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ്, ബോയൻസി, സെന്റർ ഓഫ് ബോയൻസി, പിന്നെ അതിൻ്റെ അകത്തെ ബാലൻസിങ്, മെറ്റാസെൻട്രിക് ഹൈറ്റ്, ഓക്കെ, സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിലുണ്ട ബാലൻസ്, സ്റ്റെബിലിറ്റി, ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ സ്റ്റെബിലിറ്റി, ഇത്രയും കാര്യങ്ങളും കൂടെ ഇനി ഫസ്റ്റ് മോഡ്യൂളിലുണ്ട്. ഓക്കെ, അത് ഞാൻ നാളെ എടുത്തോളാം. നാളെ കഴിഞ്ഞല്ല, നാളെ ഞാൻ എടുത്തോളാം ഇതിൻ്റെ ബാക്കി. സോ ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു?